ഹലോ, സേ ചിയേഴ്സ്. ഇന്ന് ഉണ്ടാക്കാൻ പോണത് വെണ്ടയ്ക്ക പുളിയാണ്. എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കാൻ പോണത്. ആദ്യം ഒരു കടായി ചൂടാക്കിയിട്ട് അതിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏത് എണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കണം. ഇനി വെണ്ടയ്ക്ക നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. വെണ്ടയ്ക്ക ഒരുവിധം വതങ്ങി വരുമ്പോൾ നമ്മളൊരു 10 ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സവാള ചേർത്ത് കൊടുത്താലും മതി. നീളത്തിൽ അരിഞ്ഞിട്ട് വെണ്ടയ്ക്കയും ഉള്ളിയും രണ്ടും നന്നായിട്ടൊന്ന് വതക്കിയെടുക്കണം. ഇതിൻ്റെ അരപ്പുണ്ടാക്കാൻ നമ്മൾ ഒരു പാൻ ചൂടാക്കി അതിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, 2 ടേബിൾ സ്പൂൺ മല്ലി, 4 വറ്റൽമുളക് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. തീ ചുരുക്കിയിട്ട് വേണം വറക്കാൻ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇതെല്ലാം ഒന്ന് വറുത്തെടുത്ത ശേഷം നമുക്ക് അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി ഒന്ന് വറുത്തെടുക്കുക. ഒരു 2 മിനിറ്റ് തീ കുറച്ചിട്ട് അതിനെ വറുത്തെടുത്തിട്ട് അതിനെ തണുക്കാനായിട്ട് വെക്കണം. തണുത്ത ശേഷം അതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. നമ്മൾ ഈ വെണ്ടയ്ക്കയും ഉള്ളിയും കൂടെ വതക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ആദ്യം, അതിലേക്ക് നമ്മൾ കുറച്ച് പുളിവെള്ളം ആവശ്യമനുസരിച്ചിട്ട് പുളിവെള്ളം ചേർത്ത് കൊടുക്കുക. ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ട് അതിനെ പിഴിഞ്ഞൊഴിച്ചാലും മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഗ്യാസ് ഹൈയിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇത് തിളയ്ക്കുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ പേസ്റ്റിനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യമനുസരിച്ച് ഉപ്പിട്ട് അതിനെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 1 കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ പുളിയുള്ളതൊക്കെ കൂടുതൽ പുളി ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ശർക്കര ഇട്ട് കഴിഞ്ഞാൽ ആ പുളി ഒന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നത്. ശർക്കര ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത് ഇടുമ്പോഴാണ് അതിനൊരു സ്വാദ് വരുന്നത്. പിന്നെ അതിലേക്ക് കുറച്ച് കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ഇനി കടുക് വറുത്തിടാൻ ബാക്കിയാണ്. അതിനൊരു പാൻ ചൂടാക്കി അതിൽ 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് 1 വറ്റൽമുളകും കുറച്ച് സവാള ചെറുതായി അരിഞ്ഞതോ അല്ലെങ്കിൽ ചെറിയ ഉള്ളി അരിഞ്ഞതോ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഉള്ളി ഒരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആയി വരുമ്പോൾ അതിലേക്ക് 1 കൊത്ത് കരിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുക. ഒന്ന് ചെറുതായിട്ട് അതിനെ ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്യുക. ഇതിനെ കൂട്ടാനിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ വെണ്ടയ്ക്ക പുളി റെഡിയായി. ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നന്നായിരിക്കും. ഇഷ്ടപ്പെട്ട എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു. ബൈ ബൈ.